നമ്മുടെ ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയുടെ വിളവെടുപ്പ് എല്ലാ ദിവസവും ഒരു വെണ്ടേന്ന് ഒരു വെണ്ട അല്ലെങ്കിൽ 2 വെണ്ട വീതം കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു വെണ്ടേന്ന് കിട്ടിയതാണ് 3 എണ്ണം. നന്നായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓരോ ബ്രാഞ്ചിൽ നിന്ന് ഓരോന്ന് വീതം കിട്ടും. അങ്ങനെ 3 എണ്ണം ഒരു വെണ്ടയെ തൈന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചുവന്ന വെണ്ട, ചുവന്ന കാളക്കൊമ്പൻ വെണ്ട, നല്ല രുചിയാണിത്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് സവാളയും കുറച്ച് തേങ്ങയും ഇട്ട് കഴിഞ്ഞാൽ അത് പച്ച കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം എന്തായാലും കഴിച്ചു നോക്കണം കേട്ടോ. ഇത് ഇതിന്റെ ചെറിയ പരുവാണ്, കാണുന്നില്ലേ? ഇത് നമുക്ക് ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ഈ പരുവത്തിൽ ഇത് കട്ട് ചെയ്താൽ നല്ലതാ. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഇത് ശരിക്കും ചിലപ്പോൾ ആൾക്കാർ മൂത്തതായിട്ട് കണക്കാക്കും. അപ്പോൾ അത് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ പരുവത്തിൽ കട്ട് ചെയ്ത് മാറും. ഈ പരുവം നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്തതായിട്ട് ആൾക്കാർക്ക് തോന്നും, പക്ഷെ മൂത്തിട്ടില്ല. കണ്ടോ, ഈസി ആയിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത് ആൾക്കാർക്ക്. അത് പിന്നെ ഇച്ചിരി പിഞ്ചിൽ കഴിക്കുന്നത് നല്ല ടേസ്റ്റും കൂടെ ആയിരിക്കും. വെണ്ട പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഇതിനിടയിൽ നമ്മുടെ കയ്യിലൊക്കെ ഇത് കൊണ്ടുകഴിഞ്ഞാൽ നന്നായിട്ട് ചൊറിയും ഇതിന്റെ ഇല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ്, എന്നാലും നല്ലതാണ്. വെണ്ടയുടെ പൂവിന്റെ ഒരു ഭംഗി കണ്ടോ, എന്തൊരു രസമാണ്. അതിനകത്ത് നിറയെ ചെറുതേനീച്ച ഇതിനകത്ത് വരാറുണ്ട്. രാവിലെയാണ് ഇതിങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ രാവിലെ നമ്മൾ ഈ വെണ്ടത്തോട്ടത്തിൽ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ നിറയെ കാണും, മഞ്ഞ പൂക്കൾ നിറയെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. ചുവന്ന കാളക്കൊമ്പൻ വെണ്ട ഒരു നാടൻ ഇനമാണ്, ഹൈബ്രിഡ് ഇന അല്ല. അപ്പോൾ ചുവന്ന കാളക്കൊമ്പന്റെ വെണ്ടയുടെ വിത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വെണ്ട മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വിത്ത് എടുത്തിട്ട് അത് നമുക്ക് എല്ലാ വർഷവും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഏറ്റവും നല്ല ഒരു ഇനമാണിത്. ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുകൾ, ഇത് മൂത്തതാണോ ഇതാണോ എന്നൊക്കെയുള്ളത്. പിന്നെ സാധാരണ വിപണികളിൽ ഇത് അങ്ങനെ കിട്ടാറില്ല, കാരണം വെച്ചാൽ ഇത് അങ്ങനെ ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും. ഇത് നമ്മൾ തോരൻ വെച്ച് അല്ലെ തീയിൽ വെച്ച് തോരൻ വെക്ക്, ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറ് പച്ച കളറാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് വെന്ത് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഒരു വെണ്ട തൈയാണിത്. ഇത് വെണ്ട തൈയിൽ ഒരു വെണ്ട മരമാണിത്. കണ്ടോ എത്ര ബ്രാഞ്ചസാ, 1 2 3 4 5 6, ഒരു മെയിൻ ബ്രാഞ്ചും 5-6ഓളം സബ് ബ്രാഞ്ചസും ഉണ്ട്. എല്ലാ ബ്രാഞ്ചിലും ഒരു വെണ്ടെങ്കിലും ഒരു ദിവസം കിട്ടും. അങ്ങനെ 3-4 വെണ്ട ഒരു വെണ്ട തൈന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും ഏരിയ ഇതിന് വേണം കൃഷി ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് കണക്കായിട്ട് വേണം നമ്മൾ നടാൻ. നമ്മുടെ ചുവന്ന ആനക്കൊമ്പൻ വെണ്ടക്ക് വേണ്ടിയിട്ട് ഒരു ചേട്ടൻ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ആ ചേട്ടന് വേണ്ടി പെട്ടെന്ന് പറിച്ചതാണിത്. നമുക്ക് ആ ചേട്ടന് ഇത് കൊടുക്കാം. നമ്മുടെ സുഹൃത്തായ കൈമളി ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ വെണ്ടക്ക. അപ്പോൾ ഒത്തിരി വെണ്ടക്ക നന്നായിട്ട് എല്ലാ ദിവസവും രാവിലെ ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ചേട്ടൻ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അഭിപ്രായം കൊണ്ടൊന്ന് പറയാമോ? നല്ല ഗുണമുള്ള, കാരണം കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം. അപ്പോൾ വളരെ സന്തോഷം, സ്നേഹം, നന്മ.